ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിലെ തലക്കെട്ട് എന്താണ്? ഉത്തരം: ദെബോറയുടെ കീർത്തനം. രണ്ടാമത്തെ ചോദ്യം: നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും ആർക്ക് കീർത്തനം പാടുമെന്നാണ് പറയുന്നത്? ഉത്തരം: കർത്താവിന്. മൂന്നാമത്തെ ചോദ്യം: ദെബോറയുടെ കീർത്തനം പാടിയതാരൊക്കെ? ഉത്തരം: ദെബോറയും ബാറക്കും. നാലാമത്തെ ചോദ്യം: കർത്താവ് എവിടെ നിന്നും പുറപ്പെട്ടു എന്നാണ് ദെബോറയുടെ കീർത്തനത്തിൽ ആദ്യം പറയുന്നത്? ഉത്തരം: സെയിർ. അഞ്ചാമത്തെ ചോദ്യം: കർത്താവ് സെയിർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് എവിടേക്ക് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയത്? ഉത്തരം: ഏദോം പ്രദേശത്തു നിന്ന്. ആറാമത്തെ ചോദ്യം: ഭൂമി കുലുങ്ങിയപ്പോൾ ജലം വർഷിച്ചതാരെന്നാണ് ദെബോറയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം: ആകാശ മേഘങ്ങൾ. ഏഴാമത്തെ ചോദ്യം: കർത്താവിൻ്റെ സന്നിധിയിൽ വിറപൂണ്ടതാര്? ഉത്തരം: പർവ്വതങ്ങൾ. എട്ടാമത്തെ ചോദ്യം: ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കുലുങ്ങിയതെന്താണ്? ഉത്തരം: സീനായ് മല. ഒൻപതാമത്തെ ചോദ്യം: അനാത്തിൻ്റെ മകനാര്? ഉത്തരം: ഷങ്കാർ. പത്താമത്തെ ചോദ്യം: സഞ്ചാരികളുടെ പോക്ക് നിലച്ചതും യാത്രക്കാർ ഊടുവഴികൾ തേടിയതും ആരുടെ കാലത്തെന്നാണ് പറയുന്നത്? ഉത്തരം: ഷങ്കാർ, ജായേൽ എന്നിവരുടെ കാലത്ത്. പതിനൊന്നാമത്തെ ചോദ്യം: ദെബോറ ഇസ്രായേലിൻ്റെ മാതാവായി തീരും വരെ ഇസ്രായേലിൽ അറ്റുപോയതെന്തായിരുന്നു? ഉത്തരം: കൃഷിവലർ. പന്ത്രണ്ടാമത്തെ ചോദ്യം: പുതുദേവന്മാരെ പുണർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം: യുദ്ധം കവാടങ്ങളിലെത്തി. പതിമൂന്നാമത്തെ ചോദ്യം: ഇസ്രായേലിലെ 40,000-നിടയിൽ എന്തൊക്കെ കാണാനുണ്ടായിരുന്നോ എന്നാണ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ചോദിക്കുന്നത്? ഉത്തരം: കുന്തമോ പരിചയോ. 14-ാമത്തെ ചോദ്യം: എൻ്റെ ഹൃദയം ആരിലേക്ക് തിരിയുന്നു എന്നാണ് കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം: സേനാപതികളിലേക്ക്. 15-ാമത്തെ ചോദ്യം: കർത്താവിനെ വാഴ്ത്തുവിൻ എന്ന് 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആദ്യം പറയുന്നത് ആരോടാണ്? ഉത്തരം: ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരോട്. 16-ാമത്തെ ചോദ്യം: തേക്കുപാട്ടോടു ചേർന്ന് അവർ പ്രഘോഷിക്കുന്നതെന്ത്? ഉത്തരം: കർത്താവിൻ്റെ വിജയം. 17-ാമത്തെ ചോദ്യം: ഗാനമാലപിക്കാൻ ഉണരൂ ഉണരൂ എന്ന് പറയുന്നത് ആരോടാണ്? ഉത്തരം: ദെബോറയോട്. 18-ാമത്തെ ചോദ്യം: എഴുന്നേറ്റ് തടവുകാരെ നയിക്കാൻ കീർത്തനത്തിൽ ആവശ്യപ്പെടുന്നത് ആരോടാണ്? ഉത്തരം: ബാറക്കിനോട്. 19-ാമത്തെ ചോദ്യം: ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നതാര്? ഉത്തരം: കർത്താവിൻ്റെ ജനം. 20-ാമത്തെ ചോദ്യം: ബെഞ്ചമിനെയും ബന്ധുക്കളെയും അനുഗമിച്ച് എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടതാര്? ഉത്തരം: കർത്താവിൻ്റെ ജനം.
21-ാമത്തെ ചോദ്യം, താഴേക്ക് അണിയായി നീങ്ങിയ സേനാപതി ഏത് ഗോത്രത്തിൽ നിന്നുള്ള ആളായിരുന്നു? ഉത്തരം മാഖീർ. 22-ാമത്തെ ചോദ്യം, സൈന്യാധിപന്റെ ദണ്ഡു വഹിച്ചവർ ഏത് ഗോത്രത്തിലുള്ളവരായിരുന്നു? ഉത്തരം സെബലൂൺ. 23-ാമത്തെ ചോദ്യം, ദബോറയോട് കൂടെ വന്ന പ്രഭുക്കന്മാർ ആരായിരുന്നു? ഉത്തരം ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ. 24-ാമത്തെ ചോദ്യം, ഇസാക്കർ ആരോട് വിശ്വസ്തനായിരുന്നു? ഉത്തരം ബാറക്കിനോട്. 25-ാമത്തെ ചോദ്യം, ആഴത്തിൽ ഹൃദയ പരിശോധന നടന്ന ഭവനമേത്? ഉത്തരം റൂബന്റെ ഭവനം. 26-ാമത്തെ ചോദ്യം, റൂബൻ ഭവനത്തിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു. ഇങ്ങനെ പറയുന്ന വചനം ദബോറയുടെ കീർത്തനത്തിൽ എത്ര പ്രാവശ്യം കാണപ്പെടുന്നു? ഉത്തരം 2 പ്രാവശ്യം. 27-ാമത്തെ ചോദ്യം, കീർത്തനത്തിൽ ജോർദാന് അപ്പുറം തങ്ങിയതാര്? ഉത്തരം ഗിലയാദ്. 28-ാമത്തെ ചോദ്യം, കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നതാര്? ഉത്തരം ആഷേർ. 29-ാമത്തെ ചോദ്യം, സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമേത്? ഉത്തരം സെബലോൺ. 30-ാമത്തെ ചോദ്യം, യുദ്ധക്കളത്തിൽ മരണം വരിച്ചതാര്? ഉത്തരം നഫ്താലി. 31-ാമത്തെ ചോദ്യം, കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയതെവിടെ? ഉത്തരം താനാക്കിൽ, മെഗിദ്ദോ ജലാശയത്തിനരികെ. 32-ാമത്തെ ചോദ്യം, കാനാൻ രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ കിട്ടാത്തതെന്ത്? ഉത്തരം വെള്ളി. 33-ാമത്തെ ചോദ്യം, സിസേറയ്ക്കെതിരെ സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് പൊരുതിയതാര്? ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ. ന്യായാധിപന്മാർ 5-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.